ഹലോ, ഞങ്ങളിന്ന് പോയിരിക്കുന്നത് ബാംഗ്ലൂർ ഇസ്കോൺ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഞാൻ 1-2 തവണ ഇസ്കോൺ ടെമ്പിളിൽ പോയിട്ടുണ്ട്. ഞാനൊരു കടുത്ത കൃഷ്ണഭക്തയാണ്. അതുകൊണ്ട് ഇസ്കോൺ ടെമ്പിളിൽ പോകാൻ കിട്ടുന്ന അവസരമൊന്നും ഞാൻ പാഴാക്കാറില്ല. ആക്ച്വലി ഞങ്ങൾ ഇസ്കോൺ ടെമ്പിളിലായിരുന്നില്ല പ്ലാൻ ചെയ്തത്. പെട്ടെന്ന് പ്ലാൻ ചേഞ്ചായി ഇസ്കോൺ ടെമ്പിളിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ തന്നെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഷോൾഡർ കവർ ചെയ്യാണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന്. സോ എൻ്റെ കയ്യിലൊരു സ്വെറ്റർ ഉണ്ടായിരുന്നു, അതിട്ടിട്ടായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് പോയത്. സോ എൻ്റെ ചേച്ചിയും സ്ലീവ്ലെസ് സൽവാറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഷാൾ വെച്ച് കവർ ചെയ്യായിരുന്നു ചെയ്തത്. പിന്നെ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്, അതൊക്കെ കയറി വേണം നമ്മൾ പോവാൻ. പിന്നെ അമ്പലത്തിലേക്ക് നമുക്ക് 2 വഴി കയറാം. ഒന്ന് ഡയറക്റ്റായിട്ട് അമ്പലത്തിലേക്ക് പോവാം, അതല്ലെങ്കിൽ ഹരിനാം മണ്ഡപം വഴി പോവാം. ഹരിനാം മണ്ഡപത്തിലേക്കൊരു 108 സ്റ്റെപ്സ് ഉണ്ട്. ആ ഓരോ സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുമ്പോഴും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 108 സ്റ്റെപ്പ് കയറുമ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കും. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊന്നും തന്നെ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു, എങ്കിൽ പോലും കൃഷ്ണനെയും രാധയും ഒക്കെ തൊഴാൻ പറ്റി. പിന്നെ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം കാണുന്നത് സ്വീറ്റ്സിൻ്റെ കൗണ്ടറാണ്. അവിടെ നിന്ന് ഞാൻ ലഡുവും പിന്നെ കേസർ പേടയൊക്കെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ബുക്സിൻ്റെ ഒക്കെ കൗണ്ടറാണ്. അവിടെ ഭഗവത്ഗീത, രാമായണം, പിന്നെ മഹാഭാരതം, പിന്നെ കൃഷ്ണൻ്റെ ഒരുപാട് സ്റ്റോറീസൊക്കെ അടങ്ങുന്ന ബുക്സൊക്കെ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കരകൗശല വസ്തുക്കൾ, കൃഷ്ണൻ്റെ ഫോട്ടോസ്, സ്റ്റാച്യൂസ് ഒക്കെ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് തുളസി ജപമാല കാണുന്നത്. ഒരു കൗതുകത്തിന് അത് കയ്യിലെടുത്ത് നോക്കുകയൊക്കെ ചെയ്തു. പിന്നെ ബാംഗ്ലൂർ നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടുന്ന് നല്ല ചൂട് പ്രസാദമൊക്കെ കിട്ടി, അതൊക്കെ കഴിച്ച് ശരിക്കും ചൂട് പ്രസാദമൊക്കെ കഴിച്ചപ്പോൾ ശരിക്കും ഞങ്ങൾ ഹാപ്പി ആയിട്ടോ. പിന്നെ അവിടെ കുറേ ചുറ്റി നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ചുറ്റി നടന്നൊക്കെ കണ്ടു. പിന്നെ എവിടെ പോയാലും ഫോട്ടോസ് മസ്റ്റാണല്ലോ, അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്തു. ഞങ്ങളൊരു ഈവനിങ് ആയിരുന്നു ആക്ച്വലി അമ്പലത്തിൽ പോയത്. ഞാനും എൻ്റെ ചേച്ചിയും മോളും കൂടിയായിരുന്നു പോയത്. പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് നല്ല രാത്രിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.